ഇന്നലെ രാത്രി 10:30-ഓടെയാണ് ഇടുക്കി അടിമാലി ലക്ഷം വീട് ഉന്നതിയിലെ 20ഓളം വീടുകൾക്ക് മുകളിലേക്ക് 40 അടി ഉയരമുള്ള മൺതിട്ട ഇടിഞ്ഞു വീണത്. നിരവധി വീടുകൾ മണ്ണിനടിയിലായി. ചില വീടുകളിൽ ആളുകളുണ്ടായിരുന്നു. ആദ്യമെത്തിയ നാട്ടുകാർ ഇവരെയെല്ലാം സുരക്ഷിതമായി മാറ്റി. എന്നാൽ ബിജുവും സന്ധ്യയും കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ പെട്ടുപോയി. ഇരുവരുടെയും കാലുകൾ പരസ്പരം പിണഞ്ഞുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അവർക്ക് മുകളിലേക്കാണ് കെട്ടിടത്തിന്റെ ബീം തകർന്നു വീണത്. കോൺക്രീറ്റ് പാളിക്ക് താഴെയായി ഒരു അലമാരയും ഇവർക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ മാറി താമസിക്കാനുള്ള നിർദ്ദേശം അധികൃതർ നേരത്തെ തന്നെ നൽകിയിരുന്നു. എന്നാൽ തങ്ങൾ അടുത്തുള്ള കുടുംബ വീട്ടിലേക്ക് മാറാമെന്ന് അധികൃതരെ അറിയിച്ച് ബിജുവും സന്ധ്യയും അവിടെ തന്നെ തുടരുകയായിരുന്നു. രാത്രി മണ്ണിടിഞ്ഞതോടെ കോൺക്രീറ്റ് മേൽക്കൂര ഇവർക്ക് മുകളിലേക്ക് പതിച്ചു. പൂർണ്ണമായി തകർന്ന വീടിന്റെ മേൽക്കൂര രണ്ടായി പിളർന്നിരുന്നു. കുടുങ്ങിക്കിടക്കുമ്പോൾ തന്നെ ഇരുവരുടെയും ആരോഗ്യനില പരിശോധിച്ച ഡോക്ടർ ബിജുവിന്റെ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ ലേഡി കുഴപ്പമില്ല, പൾസൊക്കെ ഓക്കെയാണ്, വർത്തമാനം പറയുന്നുണ്ട്. ഹസ്ബൻഡ് മെയിലിൻ്റെ കാര്യം ഒന്നുമില്ല, അൺകോൺഷ്യസ് ആണ്. പുലർച്ചെ 3:10-നാണ് സന്ധ്യയെ പുറത്തെത്തിക്കുന്നത്. പുറത്ത് തയ്യാറായി നിന്ന ആംബുലൻസിൽ സന്ധ്യയെ ആദ്യം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം സന്ധ്യയെ പുലർച്ചെ 4 മണിയോടെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. ശേഷം ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ളവ എത്തിച്ച് കോൺക്രീറ്റ് ബീമുകൾ നീക്കം ചെയ്ത് ബിജുവിന്റെ ചലനമറ്റ ശരീരം 4:50-ഓടെ പുറത്തെടുത്തു. തുടക്കം മുതൽ തന്നെ സന്ധ്യയോട് സംസാരിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിരുന്നു എന്നത് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. പെട്ടെന്ന് ഇരുവരെയും പുറത്തേക്കെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സംഭവസ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും. എന്നാൽ ബിജുവിന്റെ അരയ്ക്ക് മുകളിലേക്ക് കോൺക്രീറ്റ് പാളികളും ബീമുകളും പതിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ കാര്യങ്ങൾ സങ്കീർണമെന്ന് തിരിച്ചറിഞ്ഞു. രണ്ടുപേരും ഒരുമിച്ചാണ് കിടന്നത്. പക്ഷേ ബിജു താഴെവശത്തും സന്ധ്യ മുകളിലുമായിരുന്നു. ഒരു അലമാരി ഈ പറയുന്ന കോൺക്രീറ്റ് പാളിയും ഒരുമിച്ച് ജാമായി തിക്കായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കോൺക്രീറ്റ് ബീം അത് തുളച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാലതാമസം മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. തകർന്നു വീണ കോൺക്രീറ്റ് പാളിയെ ജാക്കി ഉപയോഗിച്ച് ഉയർത്തി സന്ധ്യയുടെയും ബിജുവിന്റെയും ശരീരത്തിൽ വീണുകിടക്കുന്ന കോൺക്രീറ്റ് പാളികൾ മാറ്റുക എന്നതായിരുന്നു ശ്രമകരമായ ദൗത്യം. ഇതിനുവേണ്ടിയുള്ള പരിശ്രമമായിരുന്നു തുടക്കം മുതൽ അഗ്നിരക്ഷാസേനയും NDRF നടത്തിയത്.